ഹായ് ഹലോ വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ക്ലാസ്സുകളിലായിട്ട് സോഷ്യൽ സയൻസ് പാർട്ട് 2 വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ളതിനകത്ത് കാറ്റുകൾ എന്നൊരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലൈമറ്റിനെയും വെതറിനെയും എഫക്റ്റ് ചെയ്യുന്ന 5 ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാറ്റുകൾ അഥവാ വിൻസ് എന്ന് പറയുന്നത്. വിൻഡുകൾ പലതരത്തിലുണ്ട്. ആ പലതരത്തിലുള്ള കാറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാറ്റുകളുടെ വിവിധ തരങ്ങളെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻസ്. പെർമനൻറ്റ് വിൻസ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ, പീരിയോഡിക് വിൻസ് അല്ലെങ്കിൽ കാലികവാദങ്ങൾ, ലോക്കൽ വിൻസ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങൾ, വേരിയബിൾ വിൻസ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങൾ. ഇങ്ങനെ കാറ്റുകളെ നമുക്ക് ബ്രോഡായി 4 പാർട്ടുകളാക്കി നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് 4 പാർട്ടുകൾ? ഏതൊക്കെയാണ്? ഒന്നാമത്തത് പെർമനൻറ്റ് വിൻസ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. രണ്ടാമത്തത് പീരിയോഡിക് വിൻസ് അല്ലെങ്കിൽ കാലികവാദങ്ങൾ. മൂന്നാമത്തേതാണ് ലോക്കൽ വിൻസ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങൾ. നാലാമത്തതോ ഏറ്റവും അവസാനത്തെ ഏതാണ്? വേരിയബിൾ വിൻസ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങൾ. നമുക്ക് ഡീറ്റെയിൽഡായി ഈ ഓരോ കാറ്റുകളും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ഥിരവാദങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ പെർമനൻറ്റ് വിൻസിനെ കുറിച്ചാണ്. എന്താണ് സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ പെർമനൻറ്റ് വിൻസ്? അതായത് നമുക്കറിയാവുന്ന പോലെ ഇത് പെർമനൻ്റ് ആയിരിക്കും അല്ലേ. ഒരു വർഷക്കാലം മുഴുവൻ ഒരേ ദിശയിലായിരിക്കും ഇത് വീശുന്നുണ്ടാവുക. ഇതിന് യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല. ഒരേ ദിശയിൽ ഒരു വർഷക്കാലം മുഴുവൻ ഇതിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? പെർമനൻറ്റ് വിൻസ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പെർമനൻറ്റ് വിൻസ് ബ്ലോ ഇൻ എ കോൺസ്റ്റന്റ് ഡയറക്ഷൻ ത്രൂ ഔട്ട് ദ ഇയർ. അതായത് ഒരേ ദിശയിൽ ഒരു വർഷക്കാലം മുഴുവൻ എന്താണ് സ്ഥിരവാദങ്ങൾ വീശിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിരവാദങ്ങളുടെ പ്രത്യേകത. ഇനി എവിടെയാണ് സ്ഥിരവാദങ്ങൾ വീശുന്നത്? എവിടെയാണ്? ദേ ഓൾസോ കോൾ പ്രിവെയിലിംഗ് വിൻസ് ഓർ പ്ലാനറ്ററി വിൻസ്. അതായത് നിരന്തരവാദങ്ങളെന്നും ആഗോളവാദങ്ങളെന്നും വിളിക്കുന്നുണ്ട്. അത് മാത്രമല്ല ദേ ആർ ഫ്ലോ ബിറ്റ്വീൻ ദി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആഗോളമർദ്ദ മേഖലകൾ എന്നൊരു ഭാഗം ഉണ്ടല്ലോ അല്ലേ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നമ്മൾ ഇങ്ങനെ പഠിച്ചു അല്ലേ. ആ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിലാണ്, അതായത് ഈ ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന വാദങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർമനൻറ്റ് വിൻസ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് പെർമനൻറ്റ് വിൻസ് ഓർ സ്ഥിരവാദങ്ങൾ എവിടെയാണ് വീശുന്നത്? ആഗോളമർദ്ദ മേഖലകൾക്കിടയിലൂടെയാണ് അത് വീശിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കണം. അപ്പോൾ കൂട്ടുകാരൻ, നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ഒരേ ദിശയിൽ ഒരു വർഷക്കാലം മുഴുവൻ വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. അവയെ നമ്മൾ പ്രിവെയിലിംഗ് വിൻസ് ഓർ പ്ലാനറ്ററി വിൻസ്, അതായത് നിരന്തരവാദങ്ങളെന്നോ അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഇത് ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ്, അതായത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിലാണ് ഇതെന്ത് ചെയ്യുന്നത്? ഇത് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വീശിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് മേജർ ടൈപ്സ് ഓഫ് ദി പെർമനൻറ്റ് വിൻസ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് ഈ പെർമനൻറ്റ് വിൻസ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നോക്കുക. ട്രേഡ് വിൻസ്. ഒന്നാമത്തത് ട്രേഡ് വിൻസ് ആണ് അല്ലേ. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് ട്രേഡ് വിൻഡാണ് അല്ലേ. ട്രേഡ് വിൻഡാണ്. രണ്ടാമത്തെ എന്താണ്? വെസ്റ്റർലൈസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ എന്താണ്? പോളാർ വിൻസ്. അതായത് ട്രേഡ് വിൻസ് ഓർ വാണിജ്യവാദങ്ങൾ. വെസ്റ്റർലൈസ് ഓർ പശ്ചിമവാദങ്ങൾ. അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ. മൂന്നാമതാണ് പോളാർ വിൻസ് ഓർ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പെർമനൻറ്റ് വിൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിനി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പെർമനൻറ്റ് വിൻസ് അല്ലെങ്കിൽ
സ്ഥിരവാദങ്ങൾ. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു എന്താണിത്, ഇത് ഓരോന്നും എന്താണ്, ഓരോരോ ആഗോള മർദ്ദ മേഖലയാണ് അല്ലേ, ഓരോന്നും ഓരോ ആഗോള മർദ്ദ മേഖലയാണ്. ഇവിടെ ന്യൂനമർദ്ദമാണ് അല്ലേ, ഇവിടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ് ഇവിടെ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് എന്താണ്, നമുക്ക് അവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളുണ്ട്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുണ്ട്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രഷർ ബെൽറ്റുകൾക്കും ഇടയിലായി വീശുന്ന കാറ്റുകളാണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർമനന്റ് വിൻഡ്സ് അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചു എന്ത്, ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ എന്താണ്, അതൊരു കാറ്റുകളില്ലാത്ത മേഖലയാണ് അല്ലേ, അത് നിർവാത മേഖലയാണ് അല്ലേ, അത് ഡോൾഡ്രംസ് ആണ്, അവിടെ കാറ്റുകളില്ല. ഓക്കെ, അപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ കാറ്റുകളില്ല. പക്ഷേ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെയും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പഠിച്ച പോലെ തന്നെയുള്ള ഈ സബ് ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഉച്ചമർദ്ദ മേഖലയുടെയും അല്ലെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെയും ഇടയിലായി എന്താണ്, വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് അല്ലെ, വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് അവിടെ നമുക്ക് കാണപ്പെടുന്നു അല്ലെ, അവിടെ നമുക്ക് കാണപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അവിടെ നമുക്ക് കാണപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് ഉണ്ട്, ഇവിടെയും വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് ഉണ്ട്. ഇവിടെ വടക്ക് കിഴക്കനാണ്, ഇവിടെ തെക്കു കിഴക്കനാണ്. ഓക്കെ അല്ലേ, അവിടെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്, ഇവിടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ട്രേഡ് വിൻസ് എന്ന് പറയുന്ന പെർമനന്റ് വിൻസ് വീശുന്നത് എവിടെയാണ് ഈ പറഞ്ഞ പോലെ ഭൂമധ്യരേഖയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ 30 ഡിഗ്രി വടക്ക് അല്ലെങ്കിൽ 30 ഡിഗ്രി തെക്ക് ഉള്ള ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും അതുപോലെ തന്നെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയ്ക്കും ഇടയിലായി അല്ലെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകൾക്കും ഇടയിലായിട്ടാണ് വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ട്രേഡ് വിൻസ് അല്ലെ, ട്രേഡ് വിൻസ് വീശുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ച വെസ്റ്റർലൈസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ അല്ലെ, പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റർലൈസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചതാ, വെസ്റ്റർലൈസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങളുണ്ട്, പോളാർ വിൻസ് അല്ലെങ്കിൽ ധ്രുവീയ വാദങ്ങളും ഉണ്ട്. അപ്പൊ വെസ്റ്റർലൈസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എവിടെയാണ് വീശുന്നത്, അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്കും ഇടയിലാണ് അല്ലെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്കും ഇടയിലാണ്. അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുകൾക്കും അതുപോലെ തന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റുകൾക്കും ഇടയിലാണ് എന്ത് വീശുന്നത്, പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ എന്ത് വീശുന്നത്, വെസ്റ്റർലൈസ് അല്ലെ, വെസ്റ്റർലൈസ് വീശുന്നത് എവിടെയാണ് ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾക്കും ഇടയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ വിൻസ് അത് എളുപ്പമാണ്. പോളാർ വിൻസ് എവിടെയായിരിക്കും വീശുക, പോളാർ വിൻസ് വീശുക എവിടെയാണ്, പോളാർ കാറ്റുകൾ അല്ലെങ്കിൽ ധ്രുവീയവാദങ്ങൾ എവിടെയാണ് വീശുക, അത് പോളാർ റീജിയൻസിലാണ് അല്ലേ, പോളാർ റീജിയൻസിലാണെങ്കിൽ ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ബെൽറ്റ് പറയുമ്പോൾ പ്രഷർ ബെൽറ്റ് അനുസരിച്ചാണല്ലോ വീശുക അല്ലേ, പ്രഷർ ബെൽറ്റ് പറയുമ്പോൾ എവിടെയാണ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിലും അല്ലേ, നോർത്തേൺ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിലും സദേൺ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിലുമാണ്. അങ്ങനെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റുകളിലാണ് എന്ത് വീശുന്നത്, ഈ പറഞ്ഞ പോലെ പോളാർ വിൻസ് അല്ലെങ്കിൽ ധ്രുവീയവാദങ്ങൾ വീശുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ പെർമനന്റ് വിൻസ് എന്ന് വിളിക്കുന്നത്. അത് ഒരേ വർഷം മുഴുവൻ ഒരേ ഡയറക്ഷനിൽ തന്നെ, ഒരേ ദിശയിൽ തന്നെ ത്രൂ ഔട്ട് ദ ഇയർ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ്. സോ നമ്മൾ നെക്സ്റ്റ്
നമ്മളിവിടെ നേരത്തെ നമുക്ക് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് ഒന്നാമത്തെ സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ അല്ലേ. പെർമനന്റ് വിൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെയാണ് ട്രേഡ് വിൻസ്. ഇതെവിടെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലേക്കാണ് അല്ലെ, ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് എന്ത് വീശുക, കാറ്റ് വീശുക. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് വിൻസ് എങ്ങനെയാണ് വീശുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. അതായത് ഫ്രം ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ദ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഫ്രം ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അങ്ങനെയാണ് എന്ത് വീശുന്നത്? ട്രേഡ് വിൻസ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ വീശുന്നത്. ഇനി നമ്മളിതാ രണ്ടാമത്തെ പാർട്ട് നോക്കാം അല്ലെ. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഏതാണ് വിൻസ്? വെസ്റ്റർലൈസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ അല്ലെ. പശ്ചിമവാദം അല്ലെ. പശ്ചിമവാദം അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വെസ്റ്റർലൈസ് എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. വെസ്റ്റർലൈസ് എന്ന് നമുക്ക് വിളിക്കാം. ഇതെവിടെയാണ് ഈ പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലൈസ് എവിടെയാണ് വീശുന്നത്? എവിടെയാണ് വീശുന്നത്? അതെവിടുന്നാണ്? എവിടുന്നാണ്? ഈ ചിത്രം നോക്കുക. എവിടുന്നാ വീശുന്നത്? പശ്ചിമവാദങ്ങൾ ഇതെവിടുന്നാ വീശുന്നത്? ഇതിതാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് തന്നെയാണ് വീശുന്നത്. എങ്ങോട്ടാണ് വീശുന്നത്? ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദം അല്ലെ. ഉച്ചമർദ്ദത്തിൽ നിന്നും എങ്ങോട്ടാണ്? ഉപദ്രവീയ ന്യൂനമർദ്ദം. എങ്ങോട്ടാണ്? ഉപദ്രവീയ ന്യൂനമർദ്ദം. ഇവിടെ ഒന്നുകൂടെ നോക്കുക. സബ്ട്രോപ്പിക്കൽ ഹൈ അല്ലെ, ഹൈ പ്രഷർ ബെൽറ്റ്. Yes, I am writing the short form of that. To എവിടേക്കാണ്? സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് PB. ഓക്കെ, അപ്പോൾ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് ഏത് വീശുന്നത്? വെസ്റ്റർലൈസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ വീശുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? പോളാർ വിൻസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ധ്രുവീയവാദങ്ങളാണ് അല്ലേ. ധ്രുവീയവാദം അല്ലെങ്കിൽ പോളാർ അല്ലേ. ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ വിൻസ്. ഇതെങ്ങനെയാണ് വീശുന്നത് നോക്കാം. ധ്രുവീയവാദം എങ്ങോട്ടാണ് വീശുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചിത്രം നോക്കുക. എവിടുന്നാണ് ധ്രുവീയവാദങ്ങൾ വീശുന്നത്? കണ്ടോ, എവിടുന്നാണ് വീശുന്നത്? നമ്മളുടെ പോളാർ റീജിയനിൽ നിന്നല്ലേ. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എങ്ങോട്ട് വീശുന്നു? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു അല്ലേ. ഇവിടെ അങ്ങനെ തന്നെയാണ് അല്ലേ. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദം അല്ലേ. ഉച്ചമർദ്ദത്തിൽ നിന്നും എങ്ങോട്ട് വീശുന്നു? ഉപദ്രവീയ ന്യൂനമർദ്ദമേഖലയിലേക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താണ്? പോളാർ വിൻസ് എങ്ങോട്ടാണ് വീശുന്നത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും എങ്ങോട്ട് വീശുന്നു? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു. സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് എന്ത് വീശുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ വിൻസ് വീശുന്നത്. ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ പോളാർ വിൻസ് വീശുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് സ്ഥിരവാദങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്? ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഏതാണ്? അത് പീരിയോഡിക് വിൻസ് അല്ലെങ്കിൽ കാലികവാദങ്ങളാണ്. അതിൻ്റെ പേര് കേൾക്കുന്നത് പോലെ തന്നെ അത് പീരിയോഡിക് ആണ് അല്ലേ. അതായത് ഒരു നിശ്ചിത ഇടവേളകളിൽ അതിൻ്റെ ഇങ്ങനെ ദിശ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പോൾ കുറച്ച് സമയം അത് ലെഫ്റ്റിലേക്കാണ് വീശുന്നതെങ്കിൽ
കുറച്ച് കഴിഞ്ഞാൽ അത് റൈറ്റിലേക്ക് വീശും. ഓക്കെ, കുറച്ച് സമയം ലെഫ്റ്റിലേക്കാണ് വീശുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് റൈറ്റിലേക്ക് വീശും. അപ്പം ഇങ്ങനെ നമ്മളുടെ കാറ്റിൻ്റെ ദിശ ഒരു നിശ്ചിത ഇടവേളയിൽ, അതായത് ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷണൽ ചേഞ്ച്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ്. കാലികവാദങ്ങൾ അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ് എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പീരിയോഡിക് വിൻസ് ചേഞ്ച് ഡയറക്ഷൻ പീരിയോഡിക്കലി, ഡെയിലി ഓർ സീസണലി. ചിലപ്പോൾ സീസണലി ആയിരിക്കാം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഡെയിലി അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സം ടൈപ്സ് ഓഫ് പീരിയോഡിക് വിൻസ്, അതായത് നമ്മളുടെ കാലികവാദങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പൊതുവെ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് എന്ന് വിളിക്കുന്ന, കടൽ കാറ്റ് അല്ലെങ്കിൽ കരക്കാറ്റ് എന്ന് വിളിക്കുന്ന ഒന്നാമത്തെ നമ്മളുടെ ടൈപ്പ്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് എന്താണ്? നമ്മൾ കടൽ കാറ്റ്, കരക്കാറ്റ് എന്ന് വിളിക്കുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ്, അതായത് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. രണ്ടാമത്തെ എന്താണ്? മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസസ്, അതായത് പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്ന് വിളിക്കുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് ഏതാണ്? നമ്മളുടെ മൺസൂൺ വിൻഡുകളാണ്, അല്ലെങ്കിൽ മൺസൂൺ കാറ്റുകളാണ്. നമുക്കെല്ലാം സുപരിചിതമായ മൺസൂൺ കാറ്റുകളാണ്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഓഫ് പീരിയോഡിക് വിൻസ് ഉണ്ട്. ഒന്നാമത്തത് ലാൻഡ് ആൻഡ് സീ ബ്രീസസ് ആണ്, രണ്ടാമത്തത് മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസസ് ആണ്, മൂന്നാമത്തെ മൺസൂൺ വിൻസ് ആണ്. അതായത് ഒന്നാമത്തെ ഏതാണ്? കടൽക്കാറ്റും കരക്കാറ്റുമാണ്, രണ്ടാമത്തത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റുമാണ്, മൂന്നാമത്തെ ഏതാണ്? മൺസൂൺ കാറ്റുകളാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വേഗം നോക്കാം. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ ഈസ് ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. ലാൻഡ് ആൻഡ് സീ ബ്രീസസ്, കടൽക്കാറ്റും കരക്കാറ്റും. നമ്മളെല്ലാവരും ബീച്ചിൽ പോയവരായിരിക്കും അല്ലേ? നമ്മൾ രാവിലെ നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കാറ്റുണ്ടാവാറ്? നമുക്ക് കടലിൽ നിന്നും കരയിലേക്ക് പകൽ സമയങ്ങളിൽ കാറ്റുണ്ടാവുന്നു. രാത്രിയാണ് നമ്മൾ ബീച്ചിൽ പോകുന്നെങ്കിലോ കരയിൽ നിന്നും കടലിലേക്കാണ് രാത്രി വീശുന്നത് അല്ലേ? കരയിൽ നിന്നും കടലിലേക്കാണ് രാത്രി വീശുന്നത്. അപ്പോൾ അതായത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ലാൻഡ് ആൻഡ് സീ ബ്രീസസ് എന്ന് പറഞ്ഞാൽ, കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകൽ സമയങ്ങളിൽ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കടൽക്കാറ്റ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത് കരക്കാറ്റാണ്. കരക്കാറ്റ് എന്താണ്? രാത്രി കാലങ്ങളിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശിയടിക്കുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ കരക്കാറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസസ്. നമ്മൾ ഒരു കാര്യം വിട്ടുപോയി. ഈ കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാവുന്നത് എവിടെയാണ്? കോസ്റ്റൽ റീജിയൻസിനാണ് അല്ലേ? അല്ലെങ്കിൽ എവിടെയാണ്? തീരപ്രദേശങ്ങളിലാണ് അല്ലേ? തീരപ്രദേശങ്ങളിലാണ് ഉണ്ടാവുന്നത്. ഇനി മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസസ് എവിടെയാണ് ഉണ്ടാവുന്നത്? ഇൻ ഹില്ലി ഏരിയാസ്, അതായത് അല്ലെ മലപ്രദേശങ്ങളിൽ, അങ്ങനെ കുന്നു നിറഞ്ഞ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ, അങ്ങനെ ഹില്ലി ആയിട്ടുള്ള ഏരിയാസിലാണ് എന്തുണ്ടാവുന്നത്? ഈ പറഞ്ഞ പോലെ മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസസ് ഉണ്ടാവുന്നത്. ഇനി എന്തായിരിക്കും മൗണ്ടെയിൻ ആൻഡ് വാലി ബ്രീസസ്? നമുക്ക് നോക്കാം. ഇതാ ഒന്നാമത്തെ പർവ്വതക്കാറ്റ് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബ്രീസ്. ഓക്കെ, എന്താണ്? ദ കൂൾ എയർ ഫ്ലോസ് ഡൗൺ സ്ലോപ്സ് അറ്റ് നൈറ്റ്. പർവ്വതക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? രാത്രിയാണല്ലേ? അതായത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നുള്ള വായു തണുത്തുറഞ്ഞ് സങ്കോചിച്ച് താഴോട്ടിറങ്ങി വീശുന്നതിനെയാണ് അല്ലേ? രാത്രി കാലങ്ങളിൽ പർവ്വത ചെരുവുകളിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങി വീശുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ പർവ്വതക്കാറ്റ് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബ്രീസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്? വാലി ബ്രീസ് ആണ് അല്ലേ? വാലി ബ്രീസ് പറയുമ്പോൾ എന്തായിരിക്കും? അത് രാവിലെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ പകൽ സമയങ്ങളിലായിരിക്കും. അതെങ്ങനെയായിരിക്കും? രാവിലെയുള്ള സമയങ്ങളിൽ പർവ്വത ചെരുവുകളിലെ അല്ലെങ്കിൽ താഴ്വരകളിലെ വായു ചൂടായി സങ്കോചിച്ച് മുകളിലേക്ക് ഉയരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ താഴ്വരക്കാറ്റ് അല്ലെങ്കിൽ വാലി ബ്രീസ് എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? വാലി ബ്രീസ് അല്ലെങ്കിൽ
താഴ്വരക്കാറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പകൽ സമയത്താണെന്ന് ഓർത്തു വെക്കുക, മറ്റേത് രാത്രി സമയത്താണ് എന്നും ഓർത്തു വെക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഭാഗമാണ്, മൂന്നാമത്താണ് എന്ത്, മൺസൂൺ വിൻസ് അല്ലെ. മൺസൂൺ വിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സീസണൽ വിൻസ് ആണ് അല്ലെ. ഇത് ഡെയിലി മാറി മാറി ഉണ്ടാവുന്ന വിൻഡ് അല്ല, ബട്ട് ദിസ് ഇസ് സീസണൽ വിൻസ്. ഓക്കെ, ദിസ് ഇസ് സീസണൽ വിൻസ്. അപ്പൊ എന്താണ്, രണ്ട് ടൈപ്പ് ഓഫ് മൺസൂൺ വിൻസ് ഉണ്ട്. ഒന്നാമത്തേതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് രണ്ടാമത്തെ എന്താണ്, നോർത്ത് വെസ്റ്റ് മൺസൂൺ. ഒന്നാമത്തെ എന്താണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ. രണ്ടാമത്തെ എന്താണ്, നോർത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പൊ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ദ സമ്മർ വിൻഡ്സ് ഫ്രം ഓഷ്യൻ ടു ലാൻഡ് അല്ലെ. സമ്മർ വിൻഡാണ് കടലിൽ നിന്നും അല്ലെ, ഓഷ്യനിൽ നിന്നും സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് വീശിയടിക്കുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സമ്മർ സീസണിൽ അടിക്കുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഇറ്റ് ബ്രിങ്സ് ഹെവി റെയിൻ അല്ലെ, ഹെവി റെയിൻ അല്ലെ, ഭയങ്കര ഹെവി ആയിട്ടുള്ള റെയിൻ കൊണ്ടുവരുന്ന ആരാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്, അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓക്കെ, സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് നമ്മുടെ നാട്ടിലേക്ക് എന്തുകൊണ്ടുവരുന്നത്, ഹെവി റെയിൻ, കനത്ത മഴ അല്ലെ. കനത്ത മഴയ്ക്ക് കാരണം, അതായത് വൻതോതിൽ മഴയ്ക്ക് കാരണമാവുന്ന എന്താണ്, ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. ഇനി നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്താണ്, അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ എന്താണ്, അതായത് ഇത് വിന്റർ വിൻസ് ആണ്. ഇറ്റ് ഈസ് ഫ്രം ലാൻഡ് ടു ഒഷ്യൻ അല്ലെ, ഇറ്റ് ഈസ് ഫ്രം ലാൻഡ് ടു ഒഷ്യൻ ബട്ട് ഇറ്റ് ഈസ് എ വിന്റർ വിൻഡ് അല്ലെ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ശൈത്യകാലത്ത് വീശുന്ന, കരയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശിയടിക്കുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇത് പൊതുവെ വരണ്ട കാറ്റുകളാണ്, അങ്ങനെ ഒരു മഴ കൊണ്ടുവരുന്ന കാറ്റുകൾ, അത് പൊതുവെ വരണ്ട കാറ്റുകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇനി പ്രാദേശികവാദങ്ങൾ, നാലാമത്തെ ടൈപ്പാണ് പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് എന്ന് പറയുന്നത്. ഇത് പേര് പോലെ തന്നെ എന്താണ്, ഓരോ പ്രദേശത്തും വീശിയടിക്കുന്ന കാറ്റുകളായിരിക്കും അല്ലെ, അത് തന്നെയാണ് കേട്ടോ. അതായത് പ്രാദേശികമായി മർദ്ദ താപനില വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഓരോ പ്രദേശത്തും ഉണ്ടാവുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതായത് ഇപ്പോൾ ഓരോ പ്രദേശത്തും ഒരുപക്ഷെ അവിടെ പ്രാദേശികമായിട്ട് ചിലപ്പോൾ ഉച്ചമർദ്ദവും ന്യൂനമർദ്ദമൊക്കെ രൂപപ്പെടും അല്ലെ, ചെറിയ തോതിലെങ്കിലും രൂപപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് എന്തുണ്ടാവും, നോർമൽ ആയിട്ടൊരു തിരശ്ചീന തലത്തിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടൊരു എയർ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതൊരു കാറ്റായി മാറും. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, അതാണ് നമ്മൾ പൊതുവെ വിളിക്കുന്ന ലോക്കൽ വിൻസ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം പൊതുവെ പീരിയോഡിക് വിൻസ് ആയിരിക്കും. അതായത് അങ്ങനെ എല്ലായ്പ്പോഴും ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളായിരിക്കില്ല. പൊതുവെ എല്ലാം എന്തായിരിക്കും, പീരിയോഡിക് വിൻസിന്റെ ഒരു പീരിയോഡിക് നേച്ചറുള്ള ഒരു വിൻഡ് കാറ്റുകളായിരിക്കും എന്ത്, ഈ പറയുന്ന എന്താണ് പ്രാദേശികവാദങ്ങളൊക്കെ തന്നെ. ഓക്കെ, നമുക്ക് ലോകത്തിന്റെ പല പേരുകൾ പലയിടങ്ങളിലും ഈ പ്രാദേശിക കാറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പലയിടത്തും ആ പ്രദേശത്തിന്റെ, കാറ്റ് വീശുന്ന പ്രദേശം എവിടെയാണോ ആ പ്രദേശത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഇവിടെ വന്നിരിക്കുന്നു കുറേ ലോക്കൽ വിൻസ് അല്ലെ. ഒന്നാമത്താണ് ലൂ എവിടെയാണ് വീശുന്നത്, ലൂ എന്ന് പറയുന്ന കാറ്റ് എവിടെയാണ് വീശുന്നത്, ഇറ്റ് ഈസ് ഇൻ ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, അതായത് ഉത്തരേന്ത്യൻ സമതലത്തിലാണ് അല്ലെ, ഉത്തരേന്ത്യൻ പ്ലെയിൻസിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ലൂ എന്ന് വിളിക്കുന്നത്. അത് ഭയങ്കര ഉഷ്ണക്കാറ്റ് അല്ലെ, ഭയങ്കര ഹോട്ടായിട്ടുള്ള വിൻഡാണ്, ഒരു ചൂട് കൊണ്ടുവരുന്ന ഒരു വരണ്ട ഒരു ഉഷ്ണക്കാറ്റാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ലൂ എന്ന് വിളിക്കുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ വീശുന്ന കാറ്റ്. രണ്ടാമത്താണ് ചിനൂക്ക് എന്ന് വിളിക്കുന്ന കാറ്റ് അല്ലെ, ചിനൂക്ക് എന്ന് വിളിക്കുന്ന കാറ്റ്. ഇതെവിടെയാണ്, ദിസ് ഈസ് ഇൻ ദ സ്ലോപ്സ് ഓഫ് റോക്കി മൗണ്ടെയിൻസ് ഇൻ നോർത്ത് അമേരിക്ക അല്ലെ, നോർത്തേൺ അമേരിക്കയിലെ, വടക്കേ അമേരിക്കയിലെ റോക്കി ആയിട്ടുള്ള പർവ്വത ചെരിവുകളിൽ വീശുന്ന അല്ലെ, ഭയങ്കര പാറകളൊക്കെ നിറഞ്ഞ പർവ്വത ചെരിവുകളിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ചിനൂക്ക് എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ്, ഡ്രൈ ഹോട്ട് വിൻഡാണ് അല്ലെ, വരണ്ട ഉഷ്ണക്കാറ്റാണ്. നേരത്തെ ഉള്ളത് ഉഷ്ണക്കാറ്റ് മാത്രമല്ല, ഇത് കുറച്ചുകൂടെ വരണ്ട ഡ്രൈ ആയിട്ടുള്ള ഒരു ഉഷ്ണക്കാറ്റാണ് അല്ലെങ്കിൽ ഡ്രൈ ഹോട്ട് എയർ ആണ് എന്ന് നമ്മൾ വിൻഡാണെന്ന് മനസ്സിലാക്കി വെക്കുക. നാലാമത്താണ് ഫൊഹൻ അല്ലെങ്കിൽ ഫോൻ എന്ന് വിളിക്കുന്ന മൂന്നാമത്തെ കാറ്റ്. ഫോൻ എവിടെയാണ് വീശുന്നത്, സ്ലോപ്സ് ഓഫ് ദ ആൽപ്സ് മൗണ്ടെയിൻ ഇൻ യൂറോപ്പ്, യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകൾ എല്ലാവർക്കും അറിയാവുന്ന
പർവ്വത നിരകളായിരിക്കും അല്ലേ. ആ യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരകളിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ഫോൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇവിടെ എന്താണ്, ഇത് ഡ്രൈ ഹോട്ട് വിൻഡ് തന്നെയാണ്. ഇതും ഒരു വരണ്ട ഉഷ്ണക്കാറ്റ് തന്നെയാണ് കേട്ടോ. ഇതും ഒരു വരണ്ട ഉഷ്ണക്കാറ്റ് തന്നെയാണ്. ആൻഡ് നാലാമത്തത് ഏതാണ്, ഹർമറ്റൻ എന്ന് വിളിക്കുന്ന കാറ്റാണ്. ഹർമറ്റൻ എവിടെയാണ്? അത് ആഫ്രിക്കയിലാണ്, സഹാറ ഡെസേർട്ട് അല്ലേ. സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹർമറ്റൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ആഫ്രിക്ക, ഇൻ സഹാറ മരുഭൂമി, സഹാറ ഡെസേർട്ട്. ഓക്കെ, അതെന്താണ്, ഒരു റിലീഫ് ടു ഇന്റൻസ് ഹീറ്റ്. ഈ സഹാറ മരുഭൂമിയിൽ ഭയങ്കര ചൂടായിരിക്കുമല്ലോ അല്ലേ. ആ ചൂടുള്ള സമയത്ത് അവിടുത്തെ ആൾക്കാർക്ക് ഒരു ആശ്വാസമേകുന്ന കാറ്റാണ് ഏത് ഈ പറയുന്ന ഹർമറ്റൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഹർമറ്റൻ ഒരു കൊടും ചൂടിന് ശമനമേകുന്ന, കൊടും ചൂടിൽ നിന്ന് ആളുകളെ കുറച്ച്, അല്ലെങ്കിൽ അവിടെ ആ ഒരു ചൂടിന് കുറച്ചൊന്ന് റിലീഫ് ചെയ്യുന്ന ഒന്നാണ് ഹർമറ്റൻ എന്ന ലോക്കൽ വിൻഡ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോക്കൽ വിൻഡ്സ് എന്ന് ഓർത്തു വെക്കുക. ആൻഡ് നെക്സ്റ്റ് ഈസ് ദി വേരിയബിൾ വിൻഡ്സ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങൾ. നമ്മൾ സ്ഥിരവാദങ്ങൾ പഠിച്ചു. ഇവിടെ നമ്മൾ അസ്ഥിരമായിട്ടുള്ള, അത്ര പെർമനന്റ് അല്ലാത്ത ഒരു വിൻഡുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് വേരിയബിൾ വിൻഡ്സ്? അതായത് വളരെ ചുരുങ്ങിയ ഷോർട്ട് ഡ്യൂറേഷനിൽ വീശുന്ന കാറ്റുകളെയാണ്. അതിൻ്റെ ശക്തിയോ ദിശയോ ഒന്നും നമുക്ക് പ്രവചിക്കാനേ കഴിയില്ല കേട്ടോ. ശക്തിയോ ദിശയോ ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത, വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വീശിയടിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ വിൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ വിൻഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട്. സൈക്ലോൺസും ഉണ്ട്, ആന്റി സൈക്ലോൺസും ഉണ്ട്. ചക്രവാതങ്ങളും ഉണ്ട്, പ്രതിചക്രവാതങ്ങളും ഉണ്ട് അല്ലെ. ചക്രവാതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ചുഴലിക്കാറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലത്തെ സാധനമാണ് കേട്ടോ. അത് തന്നെയാണ് ചക്രവാതങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇനി ചക്രവാതങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് ഉണ്ടെന്ന്. സൈക്ലോൺ അല്ലെങ്കിൽ ചക്രവാതങ്ങൾ എന്തൊക്കെയാണ്? ചക്രവാതം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റും നിന്ന് ചുഴറ്റി വീശുന്ന ഒരു വ്യവസ്ഥയാണ് ചക്രവാത വ്യവസ്ഥ അല്ലെങ്കിൽ സൈക്ലോൺ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, സൈക്ലോൺ എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നടുക്കൊരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. ഇവിടെ എല്ലാം ഉച്ചമർദ്ദ മേഖലയാണെന്ന് നോക്കുക, ചുറ്റും ഉച്ചമർദ്ദ മേഖലയാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഈ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് സൈക്ലോൺസ് ഉണ്ട്. ഒന്നാമത്തേതാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. അപ്പൊ നമ്മൾ ചക്രവാതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. അതായത് സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഒരു ലോ പ്രഷർ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എന്ത് സംഭവിക്കുന്നു? തൊട്ട് ചുറ്റുമുള്ള അതിന് ചുറ്റുമുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഹൈ പ്രഷർ മേഖലയിൽ നിന്ന് എന്താണ് കാറ്റ് വീശി അടിക്കുന്നതിനെയാണ് നമ്മൾ, ചുഴറ്റി വീശി അടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചക്രവാതങ്ങൾ അല്ലെങ്കിൽ സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് നോക്കാം. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ഓവർ ട്രോപ്പിക്കൽ ഓഷ്യൻസ് അല്ലെ. അതായത് ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഉഷ്ണമേഖല മേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇതിന് വ്യാപ്തി കുറവാണ്. അതായത് ഇതിന് ഡയമീറ്റർ ഒക്കെ കുറവാണ്. ഈ ഒരു ഡയമീറ്റർ ഇതിന് പൊതുവെ കുറവായിരിക്കും കേട്ടോ. ഈ ഒരു ഡയമീറ്റർ പൊതുവെ നമുക്ക് കുറവായിരിക്കും. പക്ഷെ എന്ത് കൂടുതലായിരിക്കും? ഭയങ്കര വിനാശകാരികളായിരിക്കും. അതായത് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഭയങ്കര ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും ഈ പറയുന്ന ഉഷ്ണമേഖല ചക്രവാതങ്ങൾ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതെന്താണ്? ഇത് കാരണം ശക്തമായ കാറ്റും മഴയും എല്ലാം അനുഭവപ്പെടും. ആൻഡ്
ഇത് നമുക്ക് ഹറിക്കെയിൻസ് എന്ന്, ടൈഫൂൺസ് എന്ന്, ടൊർണാഡോസ് എന്ന് ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിന് ഒരു പ്രശ്നം എന്താണ്? ഇത് കരയിൽ കയറുന്നതോടെ എന്തായിരിക്കും? അവിടെ നമുക്ക് ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ? ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം ഉണ്ടാവും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഉണ്ടാവും. ഇതെല്ലാം കാരണം ഇത് നിർജീവമാവും അല്ലേ? ഇതെന്ത് ചെയ്യുന്നു? ഇത് ഡിസിസിപ്പേറ്റ് ആവും അല്ലെങ്കിൽ നിർജീവമാവും കേട്ടോ. അതായത് കരയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇത് നിർജീവമാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തൊക്കെയാണ്? ഹറിക്കെയിൻസ് എന്ന് വിളിക്കുന്നു, ടൈഫൂൺസ് എന്ന് വിളിക്കുന്നു, ടൊർണാഡോസ് എന്ന് വിളിക്കുന്നു. നമ്മൾ മലയാളത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ വിളിക്കുന്നത്, വേറെ വേറെ പേരുകളാണ്. അപ്പോൾ ഹറിക്കെയിൻസ് എന്നും വിളിക്കുന്നു, ടൈഫൂൺസ് എന്നും വിളിക്കുന്നു, ടൊർണാഡോസ് എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ് നമ്മൾ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഉഷ്ണമേഖല അല്ലെങ്കിൽ ട്രോപ്പിക്കലായിട്ടുള്ള ചക്രവാതങ്ങളാണ് അല്ലെങ്കിൽ സൈക്ലോൺസ് ആണ്. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ് അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതങ്ങളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ലാൻഡിലേക്ക് കയറുമ്പോൾ ഫ്രിക്ഷനും ടെമ്പറേച്ചർ ഡിഫറൻസും കാരണം എന്ത് ചെയ്യുന്നു? ഇത് നിർജീവമാകും, ഡിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്താണ് എന്ത്? ടെമ്പറേച്ചർ സൈക്ലോൺസ് ടെമ്പറേറ്റ് സൈക്ലോൺസ് അല്ലെങ്കിൽ മിതോഷ്ണ ചക്രവാതങ്ങൾ അല്ലെ? ടെമ്പറേറ്റ് സൈക്ലോൺസ് അല്ലെങ്കിൽ മിതോഷ്ണ ചക്രവാതങ്ങൾ ഇതെന്താണ്? ഇത് മിതോഷ്ണ മേഖലയിൽ രൂപം കൊള്ളുന്നവയാണ് അല്ലെ? ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന മിതോഷ്ണ മേഖലയിൽ രൂപം കൊള്ളുന്ന ഭാഗമാണ് അല്ലെ? ടെമ്പറേച്ചർ ഫോം ഇൻ ദ ടെമ്പറേച്ചർ സോൺ വേർ വാം ആൻഡ് കോൾഡ് എയർ മീറ്റ് അല്ലെ? വാം ആൻഡ് കോൾഡ് എയർ മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു? ആ പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞ പോലെ മിതോഷ്ണ ചക്രവാതങ്ങൾ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ലാർജർ ഇൻ സൈസ് ആയിരിക്കും, പക്ഷെ ലെസ് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ഇത് ലാർജർ ഇൻ സൈസ് ആയിരിക്കും, പക്ഷെ ലെസ് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. വലിയ എന്താണ്? ഡയമീറ്റർ നല്ല കൂടുതലായിരിക്കും കേട്ടോ, നല്ല വലിയ ഡയമീറ്റർ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? ഇത് ലെസ് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ലെസ് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി എന്താണ്? ഇതിന് കരയിലൂടെ സുഖമായി നീങ്ങാം. സുഖമായിട്ടങ്ങ് നീങ്ങാം, വേറെ ബുദ്ധിമുട്ടൊന്നും ഇതിന് വരുന്നില്ല. ഓക്കെ, കരയിലൂടെ സുഖമായിട്ട് നീങ്ങാം. ഇനി എങ്ങനെയാണ്? ഇതിന്റെ വിൻഡ് റൊട്ടേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? എന്താണ് ആ പ്രത്യേകത? ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കുമ്പോൾ, അതായത് ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കുമ്പോൾ ഇതെങ്ങനെയാ കറങ്ങുക? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, അതായത് എതിർഘടികാര ദിശയിലാണ്. നമ്മളെ ക്ലോക്ക് കറങ്ങുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കറങ്ങുക. ഇനി താഴോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോഴോ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് വരുമ്പോഴോ ഇത് ക്ലോക്ക് വൈസിലാണ് കറങ്ങുക. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇങ്ങനെയാണ് അല്ലെ? ഉത്തരാർദ്ധ ഗോളത്തിലാവുമ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ? നമ്മളെ ക്ലോക്ക് എങ്ങനെയാ കറങ്ങുക? ഇതിപ്പോ ക്ലോക്ക് ആണെങ്കിൽ ക്ലോക്ക് എങ്ങനെയാ കറങ്ങുക? ക്ലോക്ക് ഇങ്ങോട്ടല്ലേ കറങ്ങുക? എന്നാൽ ഇതെന്താണ്? ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് കറങ്ങുക? ഈ ലോ പ്രഷർ ബെൽറ്റിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സൈക്ലോൺ കറങ്ങുക. ഏത്? മിതോഷ്ണ ചക്രവാതങ്ങൾ കറങ്ങുക. ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിലാവുമ്പോൾ അതെങ്ങോട്ടാണ്? സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടേക്കാണത്? ക്ലോക്ക് വൈസിലാണ്. സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസിലാണ് എന്നൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ടൈപ്പാണ് ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതങ്ങൾ. ഓക്കെ, ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതങ്ങൾ അസ്ഥിരവാദങ്ങളിലെ അല്ലെങ്കിൽ വേരിയബിൾ വിങ്സ് രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്? ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതങ്ങൾ? അതായത് ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും പുറത്തെ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് വീശിയടിക്കുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, ഒരു ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരിടത്തു നിന്നും ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വീശിയടിക്കുന്ന ഈ കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞ പോലെ പ്രതിചക്രവാതങ്ങൾ അല്ലെങ്കിൽ ആന്റി സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ വിൻഡ് റൊട്ടേഷൻ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോൾ ഇതെങ്ങനെയാണ് വീശുന്നത്? ഇത് ക്ലോക്ക് വൈസിലാണ് വീശുക. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എത്തുമ്പോഴോ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ചക്രവാതങ്ങളാകുമ്പോൾ എങ്ങനെയാണ്? സൈക്ലോൺസ് ആകുമ്പോൾ എങ്ങനെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഉണ്ടാവുക, ദക്ഷിണാർദ്ധഗോളത്തിൽ ക്ലോക്ക് വൈസ് ആണ് ഉണ്ടാവുക. എന്നാൽ നേരെ തിരിഞ്ഞ് ആന്റി സൈക്ലോൺസ് വരുമ്പോഴോ പ്രതിചക്രവാതങ്ങൾ വരുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ക്ലോക്ക് വൈസ് ആണ്, ഘടികാര ദിശയിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്, എതിർ ഘടികാര ദിശയിലാണ്. എതിർ ഘടികാര ദിശയിലാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. അതായത് വിവിധ തരത്തിലുള്ള കാറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്ഥിരവാദങ്ങളും കാലികവാദങ്ങളും പ്രാദേശികവാദങ്ങളും അസ്ഥിരവാദങ്ങളും. അതായത് പെർമനന്റ് വിൻസും അതുപോലെ തന്നെ പീരിയോഡിക് വിൻസും അതുപോലെ തന്നെ ലോക്കൽ വിൻസും വേരിയബിൾ വിൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും ഡിഫറെൻറ്റ് ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഈ ക്ലാസ് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോർ ദ ടൈം ബീങ് ലെറ്റ് മീ കൺക്ലൂഡ് ഫോർ ടുഡേ. താങ്ക് യു എവരിവൺ.